നമ്മളൊരു യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 3-4-5 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ട, കാരണം ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ സെൽഫി സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം അത് വന്നു കഴിയുമ്പം എല്ലാം റെഡിയാവും. അപ്പം പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന, അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്കറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ ഹൊറിസോണ്ടലായിട്ടായിരിക്കും പിടിക്കേണ്ടത്. അതായത് ഫോൺ ചരിച്ച് വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഫോൺ നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോട്ടൊക്കെ ഇടുന്ന ഒരു രീതിയിലോട്ട് നമ്മുടെ വീഡിയോ പോകുന്നതായിരിക്കും. അതല്ല യൂട്യൂബിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സൈസ്. ഫോൺ ചരിച്ച് പിടിക്കണം. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ നോക്കണ്ട, അത് വെറും ബോറ് വീഡിയോ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ നമുക്ക് ഈ ബാക്ക് ക്യാമറ വെച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി ആ ഫ്രണ്ട് ക്യാമറയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഫേസ് ക്യാമറ ഇങ്ങനെ സൈഡിലായതുകൊണ്ട് ആ ഫേസ് കറക്റ്റായിട്ട് നമുക്കത് കിട്ടത്തില്ല എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഇത് ആദ്യത്തെ 1-2 വീഡിയോസ് എല്ലാം ഇങ്ങനത്തെ ബോറ് വീഡിയോസാണ്. ചിലപ്പോൾ എൻ്റെ ഫേസിൻ്റെ ഫുള്ളൊന്നും കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കത്തില്ല, കാരണം എൻ്റെ കയ്യിലാണ് മൊബൈൽ ഇരിക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ അത് ആ കറക്റ്റ് വ്യൂ കിട്ടില്ല. അപ്പോൾ ഫോൺ തിരിച്ച് പിടിക്കും. എനിക്കിപ്പം ഞാൻ സംസാരിക്കുന്ന കാര്യം എൻ്റെ എത്രത്തോളം ഫേസ് കാണുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. മറിച്ച് നമ്മൾ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നേരെ മുകളിലോട്ട് പിടിക്കാൻ പറ്റും, കുറച്ചുകൂടെ ലോങ്ങിപ്പോവും. അത് കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ 2-3-4 സാധനങ്ങൾ നമ്മളതിന് മസ്റ്റായിട്ട് വേണം. ഒന്ന്, ഒരു നല്ലൊരു സെൽഫി സ്റ്റിക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ട്രൈപ്പോഡ് ഇല്ലെങ്കിലും വലിയ സീനില്ല, എന്നാലും ഉള്ളത് നല്ലതാണ്. പിന്നെ ഒരു മൈക്ക്. ഇത്ര സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാവൂ. നമുക്ക് ഈ സാധനങ്ങൾ പറ്റും, പതുക്കെ മേടിച്ചാലും മതി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആദ്യം തന്നെ മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എന്നെപ്പോഴൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. മീൻസ് നമുക്ക് ഈ സാധനങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, സാധനം വന്നിട്ടില്ല. ഇനി എന്താ പറയുക, നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് വ്യൂ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും വ്യൂ എന്നുള്ള ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ നോക്കണ്ട, അത് വെറും പൊട്ട വീഡിയോ ആണ്. നിങ്ങൾ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം, എൻ്റെ ഈ സാധനങ്ങളും സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. എങ്ങനായിരിക്കും അവസ്ഥ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതല്ല, ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് ക്യാമറ വെച്ചൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം നമുക്ക് എന്താ പറയുക, ഒരു ബാക്ക് വ്യൂ ആണ്. ഇതുപോലെ നമുക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ട് വേണം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഇതിന് റൊട്ടേഷൻ പോകാൻ പറ്റില്ല, കാരണം ക്യാമറ ഓണാണ്, വീഡിയോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് ക്യാമറ ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇനിയിപ്പം ഫ്രണ്ട് വ്യൂ ഉണ്ടോ, ഇത് നമ്മുടെ കുറച്ച് ഏറിയയാണ്. അതിപ്പം നമുക്ക് ഫ്രണ്ട് ക്യാമറ ഇതിൽ വർക്ക് ആയിക്കാൻ വേണ്ടിയിട്ട് ഫോൺ തിരിക്കേ ഉള്ളൂ രക്ഷ. ഫോൺ തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കാണും. ഇപ്പോൾ നമുക്കിടെ സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് കുറച്ച് ലോങ് പിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് കാണാൻ പറ്റും, സംസാരിക്കുന്നത് പറ്റും. പിന്നെ നമ്മുടെ ഫോൺ ദൂരെ പോകുന്നതനുസരിച്ച് നമ്മുടെ സൗണ്ട് ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു മൈക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾ മേടിച്ച് വെക്കുക. കാരണം മൈക്ക് അത്യാവശ്യമാണ്. അതിന് ഓൺലൈനിലൊക്കെ ഒരു 10,000 രൂപ, 1400 രൂപയ്ക്കൊക്കെ അകത്ത് വരത്തുള്ളൂ കുറഞ്ഞ സാധനം മേടിക്കണമെങ്കിൽ. മൈക്കും ട്രൈപ്പോഡും സെൽഫി സ്റ്റിക്കും എല്ലാം കൂടെ കിട്ടും. ഇനി വില കൂടിയ നല്ല സാധനമുണ്ട്, ക്വാളിറ്റി സാധനമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ഈ സൗണ്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കേൾക്കില്ല. പിന്നെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നല്ല ക്ലാരിറ്റി ഉള്ളൊരു മൊബൈൽ വേണം, ഉണ്ടെങ്കിൽ വളരെ ബെറ്ററാണ്. എൻ്റെ ഫോണൊന്നും ക്ലാരിറ്റി ഒന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാനീ പറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്ക്. ശബ്ദം നന്നായാൽ ഏറെക്കുറെയൊക്കെ നന്നായി പോകും. സൗണ്ട് ക്ലാരിറ്റി പക്കയായിരിക്കണം. പിന്നെ പിക്ചർ ക്ലാരിറ്റി ഇതും പക്കയായിരിക്കണം. അപ്പോൾ ആൾക്കാർ നമ്മളിലേക്ക് എത്തും, നമ്മുടെ വീഡിയോസ് കാണും, അവർക്ക് കാണാൻ ഇഷ്ടപ്പെടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, മനസ്സിലായി. അപ്പം എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പം നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പം എങ്ങനെ മോശമായിട്ടൊരു വീഡിയോ എടുക്കാം എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്.
മോശമായിട്ട് എടുക്കാമെന്നല്ല, നമ്മളെ കയ്യിൽ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്ന് മാത്രം കണ്ടാൽ മതി. അപ്പം എൻ്റെ ഫേസ് ഇതിൽ ഫുള്ള് കിട്ടൂല. അപ്പം അതൊക്കെ റെഡിയാക്കിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അടുത്ത ദിവസം ഒരു എന്തായാലും ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടേണ്ടി വരും. അതുവരെയൊക്കെ വെയിറ്റ് ചെയ്യാം. അതുവരെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ വെയിറ്റ് ചെയ്യട്ടെ. പിന്നെ വീഡിയോസ് കാണുന്നവർ എന്നെ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെച്ചാൽ നല്ലത്. ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും. ബൈ.